guys, welcome back to guys ഇന്നത്തെ വീഡിയോയിൽ wrong answer only challenge. So ഇവിടെ ക്രൂ ചറവറാന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മള് ചറവറാന്ന് ആൻസർ പറയണം. പക്ഷേ റോങ് ആൻസർ ആണ് പറയേണ്ടത്, ശരി ഉത്തരം പറയാൻ പാടില്ല. ഗൈസ് അപ്പോൾ എന്തായാലും നമ്മള് 4 പേരാലും പങ്കെടുക്കുന്ന ഗൈസ്. ഓക്കെ, കൊമ്പൻ ഉണ്ട്, റാഷിക് ഉണ്ട്, അതുപോലെ എഡ്വിൻ ഉണ്ട് ആൻഡ് ഷാല ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെ ക്രൂ ഇവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാണ്, സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. സോ പെട്ടെന്ന് ഉത്തരം പറയണം, റോങ് ആൻസർ മാത്രമേ പറയാൻ പാടുള്ളൂ ഗൈസ്. ഓക്കെ, അതാണ് ചാലഞ്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരോടാന്ന് പറയണ്ടേ? ഫസ്റ്റ് കൊമ്പനോട്. 3, 2, 1 പല്ലേക്കണ എന്തുകൊണ്ടാ? പേസ്റ്റ് ഉണ്ട്. പേസ്റ്റ് ബ്രഷ് വെച്ചാ പല്ലേക്കുന്നത്. ഉള്ളിലൊരു ഘടകമാണല്ലോ. ഒരു കാര്യമില്ല, മണ്ടത്തിലാണ് തർക്കിയാണ് മണ്ടത്തിലാ. ഓക്കെ, കൊമ്പന്റെ തലയില് ഫ്ലാറ്റില് കാട്ടില് എന്താ വെച്ചാ നടക്കുന്നേ? കൈവച്ച് നടക്കാൻ പറ്റൂല. ചേട്ടപ്പാടത്ത് പറയത്തടാ മാസമൊന്നുമില്ലേ? ഇന്ത്യ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. കാക്കയുടെ നിറം. കൊള കൊളം ക്വസ്റ്റ്യൻ കേട്ടില്ല. കേൾക്കണമെങ്കിൽ അവിടെ കേട്ടിരിക്കണം. പക്ഷെ ശരിക്കുള്ള ഉത്തരമായിരുന്നു കേട്ടത്. ആണോ? അങ്ങനെയാണെങ്കിൽ അപ്പൊ അത് ശരി ഉത്തരമാണ്. നീ പോയിന്റ് ഒന്നും വേണ്ട, എഴുതിക്കോ. കൊമ്പൻ. അറിയത്തില്ല. ഉറങ്ങുന്നതിന് മുന്നേ എന്താ ചെയ്യുന്നത്? തലകുത്തിയേക്കും. പടം എവിടെയാ കാണുന്നത്? സിനിമയില് എന്ത് കാണുന്നത്? പടം എവിടെയാ കാണുന്നത്? ഓക്കെ ഓക്കെ. ഇഷ്ടപ്പെട്ട ഫുഡ്? ബൈക്ക് തന്നെ ഉപയോഗിക്കുന്നത്? കാളവണ്ടി. അണ്ടർവേഡ് ഇടാറുണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. നമുക്കെന്ത് പറയണല്ലോ ബ്രോ? എന്ത് പറയാനാ? എനിക്ക് റോങ് ആൻസർ പറയാനാ പറഞ്ഞേ. മനസ്സിലായില്ലേ? വെറുതെ അല്ല ബ്രോ, വാതിൽ തുറന്ന് കയറി വന്നു ടിങ് 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 മണിയൊച്ച. ഞാനത് പള്ളിയിൽ മണി അടിച്ചെന്ന് കുരിച്ചു വരയ്ക്കും. ഡൽഹി എന്തിന്റെ ക്യാപിറ്റലാണ്? ഇന്ത്യയുടെ. നീ ഒരു ജികെയിൽ പോയി. നിങ്ങൾ ഇത്രയ്ക്ക് സത്യസന്ധനാണോ? അത്രക്ക് സത്യസന്ധനല്ല, എന്നാലും സത്യസന്ധനാണ്. ചോദിക്ക്. കറക്റ്റ് ഉത്തരം പറയണല്ലോ അതിന്. പുറത്തോട്ട് പോകുമ്പോ എന്ത് ധരിക്കും? കാറ്റ് കൊള്ളും. നീ ക്വസ്റ്റ്യൻ നേരെ പറഞ്ഞു. എനിക്ക് നേരെ കേട്ടില്ല. ഇവൻ ചോദിച്ചൊന്നും കേട്ടു. ബൂട്ട് ക്യാമ്പിൽ ആർക്കാ ബുദ്ധിയുള്ള? എനിക്ക്. പൊട്ടല്ല, ബുദ്ധിയില്ലാത്ത. മീൻ എന്താ വെച്ചാ നീന്തുന്നത്? കാല് വെച്ച്. കാല്. മുടിയുടെ നിറം എന്താ? മഞ്ഞ. ഇല്ല, മഞ്ഞ അടിച്ചല്ല. കാല് എത്ര നീട്ടുണ്ട്? 3 എണ്ണം. ബൂട്ട് ക്യാമ്പിൽ പൊക്കമുള്ള ആള്. ഞാൻ. ചോക്ലേറ്റ് എന്താ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? ആപ്പിൾ വെച്ച്. ചോക്ലേറ്റ് ഉണ്ടല്ലോ. ഇല്ല. എടാ ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് കൊക്കോ വെച്ചിട്ട്. സ്കൂളിൽ എങ്ങനെ പോണേ? നന്നായിട്ട് പോകണം. സ്കൂളില് എന്തിനാ പോണേ? നന്നായിട്ട് പോകണം. 25 പെൻസിലുള്ള ബോക്സിൽ എത്ര പെൻസിൽ ഉണ്ട്? 20 എണ്ണം. നൈറ്റ് ആണ്. 1 2 3 എണ്ണിക്കോ. അങ്ങനെ എണ്ണല്ലേ, അപ്പൊ എനിക്ക് പറയാൻ പറ്റും. വിശക്കുമ്പോ എന്തായിരിക്കും? ഞാൻ എന്നെ തന്നെ തിന്നും. സ്കൂളിൽ പോണേ? ടൂറായി. അതെന്താ വീട്ടിലില്ലേ? അതെന്താ വീട്ടിലില്ലേ? തിങ്കളാഴ്ച ആവേണ്ടി പറ്റി.
അല്ലെങ്കിൽ ശനി വെച്ചാൽ ഏതെങ്കിലും സ്പെഷ്യൽ ക്ലാസ്സിൽ പോകും. 2 ദിവസം അവധിയോടെ എന്ത് ചെയ്യും? ചാലി അത് പിടിച്ചേക്കും. 2 ദിവസം മാത്രമല്ല, ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ. അറിയാണ്ടാവും സത്യം പറഞ്ഞതാണ്. റോങ് ആൻസർ പറഞ്ഞത് പക്ഷെ സത്യം പറഞ്ഞു. ഞാൻ പോട്ടെ. കുഴപ്പമില്ല, നമ്മള് മനസ്സിലാക്കിക്കോളാം. ഇല്ലല്ലേ, അതാണ് ചാലഞ്ച് തുടങ്ങിയതിന് മുന്നേ പറഞ്ഞത്. ചോദിച്ചു സ്റ്റിയറിംഗ് വീൽ എന്തിനാ ഉപയോഗിക്കുന്നത്? കറക്കാൻ തിരിക്കാൻ വേണ്ടി ഒന്നും പറയാം, അതൊന്നും പറയാനില്ല. മാറ്റാന്ന് പറഞ്ഞാൽ ആ പോട്ടെ അടുത്ത്. ആ ചോദിക്കും. കൊക്കു വിളിച്ചാ കുയിലാവും. അങ്ങനെയാണ്. കുടിച്ച നാട്ടുകാർ ഓടണം. നിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം? ആ രാഹുൽ സുന്ദറിന്റെ അതെന്റെ അപ്പന്റെ പേരുണ്ട്. ഒരു കയ്യിൽ എത്ര വിരലുണ്ട്? 3. അതൊക്കെ സിമ്പിൾ. കണ്ണടച്ചാൽ എന്ത് കാണും? കണ്ണു തുറക്കും. കണ്ണടച്ചാൽ എന്ത് എന്ത് കാണും? കാണുന്നാണ്. ഓക്കെ പോയി, സാധനം പോയി. PC യിൽ വെള്ളം ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. എന്തിലുള്ള വെച്ചാല് PC യിൽ തീപ്പൊട്ടി എത്തിച്ചാൽ എന്ത് സംഭവിക്കും? വെള്ളം വരും. അത് തീപ്പട്ടിയാ. കാലിട്ടാൽ ഇല്ല. ഫാൻ ഇട്ടാലോ? ചീത്ത ഫാനാണെങ്കിൽ കറങ്ങത്തില്ല. കുട്ടികൾ എവിടെ നിന്നാ വരുന്നത്? കുട്ടികള് സ്കൂളിൽ നിന്ന്. അത് ശരിയാണ്. കുളിന്നും വരും. അല്ല, കുട്ടികൾ വരുന്ന സ്കൂളിൽ നിന്നല്ലല്ലോ. സ്കൂളിൽ നിന്ന് വരില്ലേ? വയറ്റിന്നല്ല വരുന്നേ. അല്ലേ? അല്ല, ഉറവിടം എവിടെയാണ്? വയറല്ല. അടുത്ത ദിവസം അത്രക്ക് ഞാൻ ചിന്തിച്ചില്ല. പൂച്ച എന്ത് സൗണ്ടാണ് ഉണ്ടാക്കുന്നത്? പശു നമുക്ക് എന്താ വരുന്നത്? പച്ചവെള്ളം. പശുവാ? ഏത് പശുവാണ്? അടുത്ത ഡെന്റിസ്റ്റ് എന്തിനാ? ഏറ്റവും കൂടുതൽ ശരിയാക്കിയത് പേരാട്ടോ സത്യം പറയുകയാണെങ്കിൽ. ഏറ്റവും കൂടുതൽ ശരിയാക്കുന്നത് നല്ല മാർക്ക്. KCB എന്തിനാ വിളിക്കുന്നത്? കാറ്റിട്ടാൻ. കാറ്റല്ലേ കാറ്റ്. പിന്നെ അല്ലെങ്കിൽ കാറ്റിട്ടൂലേ? അയ്യടാ. A for apple, B for ball, C for കലണ്ടർ. അല്ലാണ്ട് ഇന്ത്യയിലെ തലസ്ഥാനം? അമേരിക്ക. മുളക് എന്ന് അറിയോ? ഇല്ല. ആണോ? ഒന്ന് ഇടറ മോളെ. ആ ചോദിക്ക്. നീന്തൽ അറിയാവുന്ന ആൾ വെള്ളത്തിൽ വീണാൽ നീന്തും. പറയുന്നുണ്ട്. നീന്തൽ അറിയാവുന്ന ആള് വെള്ളത്തിൽ വീണാ പിന്നെ നീന്തല്ല, പിന്നെ എന്ത് ചെയ്യും? പറഞ്ഞപ്പോ ആണല്ലേ? ഓക്കെ. വീഡിയോ ഇറങ്ങുമ്പോ കാണാം. അയ്യോ, ഓംലെറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? അരിപ്പുണ്ട്. അരിപ്പേ. ഫോൺ എന്തുകൊണ്ടാ ചാർജ് ചെയ്യുന്നത്? കാര്യമുണ്ട്. അത് ചാർജർ. വീട്ടിൽ നിന്ന് എന്താ വരുന്നത്? ഒറ്റല്ല കോയില്. ആ അടുത്ത് മയ്യത്തിന്റെ പനിയും തിന്നാം. അങ്ങനെയാണ്. ആ പനിയും തിന്നാമാ. മിന്നുന്നല്ല മിന്നുന്നതല്ല. മിന്നുന്നല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല വൃത്തിക്ക്. പക്ഷെ ഇത് അങ്ങനെ മനസ്സിലായില്ലല്ലോ. മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? ചക്ക. മുറ്റത്തെ മുള്ളിക്ക് മണമുണ്ട്. മണമില്ലാതെ ശരി. മണില്ലാന്ന് പറയാൻ പാടില്ല. സത്യം പറയാ നമ്മളെ കളിക്കുന്ന കളി എന്താണെന്നറിയോ? വിപരീത പദം പണ്ടത്തെ. ഇംഗ്ലീഷിന്റെ സ്പെല്ലിംഗ്? EGLENGSH. ഞാൻ ശരിക്കും പറയാൻ എമിറേറ്റ്സ് സിനിമയിലെ നടൻ? മമ്മൂട്ടി. മോട്ടിണ്ട്. കാമിയ പിന്നെ തല കണ്ണട എവിടെ വെക്കുന്നത്? മൂക്കില്. ആ ഓക്കെ ശരി. പിന്നല്ലാതെ മൂക്കില വെക്കുന്നത് ഇവിടെ. മൂക്കില വെക്കുന്നത്. ആ ശരിയാ. അയ്യോ, ഞാൻ ചതി ചിന്തിച്ചില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ജയിച്ചുള്ള അവാർഡ് കെമിസ്ട്രി. അത് ശരി ഉത്തരം പറഞ്ഞ ചാലഞ്ചിൽ ജയിച്ചതാരാ? ചാലഞ്ചിൽ ജയിച്ചത് അറിയത്തില്ല. ചാർലി പോകുന്നുണ്ട്. ശരിയാ. അല്ല കാര്യമായിട്ട് പെർഫോം ചെയ്തത് ചാർലി. സ്കൂളിൽ പോയത്, പശുവിന് പാലർന്ന്. അയ്യോ, പേടിയണ്ട, ഷോർട്സ് വരും. സ്കൂളാണ് എപ്പിക്ക് സാധനം. ഷോർട്സിൽ കാണാം. അത്ര കുറെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, കുറെ കഷ്ടപ്പെടുന്നുണ്ട്.
ഞാനതൊന്നല്ല ആലോചിക്കുന്നത്. ഇപ്പൊ സ്കൂള് തീർന്നു, ഇത്രയും നാളായിട്ട് എങ്ങനെ ഇതൊക്കെ ഇവിടെ ഇരുന്ന് നിങ്ങളെയൊക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവിടുത്തെ ഒരു കിടിലൻ ചാലഞ്ച് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നത്. അതുവരെ